വചനം തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ ഈശോയോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ശ്ലീഹ പറയുകയാ, ഞാൻ മിശിഹായോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. സ്നേഹമുള്ളവരെ, ഈശോയോട് ഐക്യപ്പെട്ട് ഈശോയിൽ വിശ്വസിച്ച് ജീവിതം പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ച അപ്പസ്തോലൻ്റെ സ്വയ അവബോധത്തിൻ്റെ പ്രതിഫലനമാണ് നാം ഈ വാക്യത്തിൽ വായിച്ചറിയുന്നത്. തൻ്റെ പ്രാണനേക്കാൾ ഈശോയെ സ്നേഹിക്കുന്ന ശ്ലീഹ, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായി ഈശോയെ സ്നേഹിക്കുന്ന ശ്ലീഹ, ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടി സകലതും നഷ്ടപ്പെടുത്തുകയും സകലതും ഉച്ഛിഷ്ടം പോലെ പരിഗണിക്കുകയും ചെയ്ത ശ്ലീഹ, അവൻ തിരിച്ചറിയുകയാണ്, ഇനിമേൽ ഞാനല്ല, മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത്. മിശിഹായോടുകൂടി ഞാൻ ക്രൂശിതനായിരിക്കുകയും അവൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക ഇതാണ് എന്ന് അവൻ മനസ്സിലാക്കുകയും ഞാൻ ഈശോയോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുകയും, അഥവാ ഞാൻ ക്രൂശിതനായ മിശിഹായോട് ഐക്യപ്പെട്ടിരിക്കുകയും തൻ്റെ ക്രൈസ്തവ അസ്തിത്വം, തൻ്റെ ലൈംഗിക ശുശ്രൂഷകൾ എല്ലാം ഈശോ മിശിഹായോടുള്ള, അതും ക്രൂശിതനായ മിശിഹായോടുള്ള ഐക്യപ്പെടലാണ് എന്ന് ശ്ലീഹ തിരിച്ചറിയുകയും, അതുകൊണ്ടാണല്ലോ അവൻ പറയുന്നത്, ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം, ഈശോയിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ശ്ലീഹ ഫിലിപ്പിയിലെ സമൂഹത്തോട് ഇത് പറയുന്നുവെങ്കിൽ തൻ്റെ തന്നെ സഹനത്തെക്കുറിച്ച് അവൻ ഇത് തന്നെ തന്നോട് തന്നെ 1000 വട്ടം പറഞ്ഞിട്ടുണ്ടാവും. ഈശോയിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ഈശോയ്ക്ക് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹമാണ് തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ശ്ലീഹ എന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന വേദനകളെല്ലാം, തനിക്ക് ലഭിക്കുന്ന സഹനങ്ങളെല്ലാം ഈശോയുടെ കുരിശമരണത്തോട് താൻ ഐക്യപ്പെടുന്നതിൻ്റെ ഭാഗമാണ്, ഭാഗധേയമാണ് എന്ന് ശ്ലീഹ തിരിച്ചറിഞ്ഞത് കൊണ്ട് സന്തോഷത്തോടുകൂടി ആ സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഒരു ഉന്മത്തനെ പോലെ ലഹരി പിടിക്കുകയും തൻ്റെ ലൈംഗിക ശുശ്രൂഷയുടെ, തൻ്റെ ക്രൈസ്തവ അസ്തിത്വത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ തനിക്ക് ലഭിച്ച വേദനകളെയും സഹനങ്ങളെയും കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഒരുതരം ലഹരിയായിരുന്നു, ഒരുതരം ഉന്മത്തതയായിരുന്നു. നമ്മളത് വായിക്കുന്നുണ്ട്. കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ ശ്ലീഹ പറയുക, അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറേയും കൂടെ മെച്ചപ്പെട്ട ദാസന.
കാരണം അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദർ കൈകളിൽ നിന്നു കുറയാതെ 40 അടിവീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു. അങ്ങനെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, ഈശോയെ അനുഗമിച്ചതിൻ്റെ പരിണത ഫലമായി, ഈശോയുടെ സ്ലീഹയായി മാറിയതിൻ്റെ ഫലമായി തൻ്റെ ശരീരത്തിലേക്കും തൻ്റെ ജീവിതത്തിലേക്കും കടന്നു വന്ന വേദനകളെക്കുറിച്ചും സഹനങ്ങളെക്കുറിച്ചും സ്ലീഹ സംസാരിക്കുമ്പോൾ അവനൊരു തരം ലഹരിയായിരുന്നു, അവനൊരു തരം ഉന്മത്തതയായിരുന്നു. കാരണം അവനറിയാമായിരുന്നു ഈ വേദനകളും ഈ സഹനങ്ങളുമെല്ലാം ക്രൂശിതനായ മിശിഹായോട് തന്നെ ഐക്യപ്പെടുത്തുകയാണ് എന്ന്, ക്രൂശിതനായ മിശിഹായോട് തന്നെ താതാത്മ്യപ്പെടുത്തുകയാണ് എന്ന്, ഒന്നാക്കി തീർക്കുകയാണ് എന്ന് സ്ലീഹായ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവനതിൽ ആനന്ദിക്കുകയാ, അവനതിൽ അഭിമാനിക്കുകയാ. എന്നിട്ടാണ് സ്ലീഹ പറയുന്നത്, ഗലാത്യ ലേഖനത്തിൽ സ്ലീഹ നമ്മോട് പറയുകയാ, എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം. അഥവാ എന്നെ ആദ്യം സ്നേഹിച്ചവനായ ഈശോയുടെ സ്നേഹത്തോടുള്ള പ്രത്യുത്തരമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം, എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങൾ എന്ന് പറയുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വേദനകളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ പരിഹാസങ്ങളും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ഈശോയുടെ കരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, അത് ഈശോ എനിക്ക് വേണ്ടി ഏറ്റെടുത്ത വേദനകള്, ഈശോ എനിക്ക് വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങള്, ഈശോ എനിക്ക് വേണ്ടി ഏറ്റെടുത്ത കുരിശ മരണം, ആ വേദനകളിലും സഹനത്തിലും മരണത്തിലും വെളിപ്പെട്ട സ്നേഹത്തോടുള്ള പ്രത്യുത്തരമാണ് എൻ്റെ വേദനകളും എൻ്റെ സഹനങ്ങളും എൻ്റെ നൊമ്പരങ്ങളും എല്ലാം സന്തോഷത്തോടെ അവൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിലൂടെ ഞാൻ നടത്തുന്നത്. അതെൻ്റെ വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിൻ്റെ പ്രതിഫലനമാണ്. എപ്പോഴാണോ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വേദനകളോടും സഹനങ്ങളോടും നൊമ്പരങ്ങളോടും ഞാൻ വൈമനസ്യം പ്രകടിപ്പിക്കുന്നത്, അവിടെ എൻ്റെ വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിലാണ് കുറവ് വരുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയുടെ സഹനത്തോട്, ഈശോയുടെ മരണത്തോട്, ഈശോയുടെ സഹനത്തിലും മരണത്തിലും വെളിപ്പെട്ട ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തോട് പ്രത്യുത്തരിക്കുവാനാണ്. ആ പ്രത്യുത്തരമായിരിക്കണം എൻ്റെ വിശ്വാസമെന്ന് പറയുന്നത്. എൻ്റെ വിശ്വാസമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും ഈശോയുടെ സ്നേഹത്തോട് ഞാൻ കാണിക്കുന്ന പ്രത്യുത്തരമായിരിക്കണം. അതല്ലാതെ വാക്കുകൾ കൊണ്ടുള്ള ആർഭാടമല്ല വിശ്വാസമെന്ന് പറയുന്നത്. ആചാരാനുഷ്ഠാനങ്ങളുടെ ബാഹുല്യമല്ല വിശ്വാസമെന്ന് പറയുന്നത്. പിന്നെയോ എൻ്റെ വേദനകളിലും സഹനത്തിലുമൊക്കെ എൻ്റെ ഈശോയുടെ സ്നേഹത്തോടുള്ള പ്രത്യുത്തരം ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ വിശ്വാസ ജീവിതം ഈശോയുടെ സ്നേഹത്തോടുള്ള പ്രത്യുത്തരമായി മാറുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ സ്ലീഹായുടെ വേദനകൾ, സഹനങ്ങൾ അതെപ്രകാരമുള്ള ഒരു പ്രത്യുത്തരമായിരുന്നുവെന്ന് നമ്മൾ തുറന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പറയുക, അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ?
ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറേയും കൂടി മെച്ചപ്പെട്ട ദാസന. എൻ്റെ അവസാനം പറയുക, കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളുടെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമേ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആര് ബലഹീനനാകുമ്പോഴാ ഞാൻ ബലഹീനനാകാത്തത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാ എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹ ഈശോ തൻ്റെ സഹനത്തിലൂടെ മരണത്തിലൂടെ വെളിപ്പെടുത്തിയ സ്നേഹത്തോട് തൻ്റെ ജീവിതം കൊണ്ട് പ്രത്യുത്തരിച്ച സ്ലീഹ തൻ്റെ ശ്ലൈഹിക ജീവിതത്തിൽ, തൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ കടന്നു വന്ന വേദനകളെക്കുറിച്ചോ സഹനങ്ങളെക്കുറിച്ചോ നൊമ്പരങ്ങളെക്കുറിച്ചോ ഒരിക്കലും പരാതി പറയാതെ ആ വേദനകളും സഹനങ്ങളും നൊമ്പരങ്ങളുമെല്ലാം ഒരു ലഹരി പിടിച്ച ഉന്മത്തനെ പോലെ ആനന്ദത്തോടുകൂടി 2 കരങ്ങളും നീട്ടി സ്വീകരിച്ച സ്ലീഹ. പക്ഷേ ആ സ്ലീഹയുടെ ഹൃദയത്തിലും ഉണ്ടായിരുന്ന വേദന. എന്തായിരുന്നു ആ വേദന? സകല സഭകളെയും കുറിച്ചുള്ള വേദന, സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ആര് ബലഹീനനാകുമ്പോഴാ ഞാൻ ബലഹീനനാകാത്തത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാ എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? സ്നേഹമുള്ള സഹോദരങ്ങളെ, പൗലോസ്ലീഹായെ പോലെ അല്ലേ, പൗലോസ്ലീഹായെ കുറിച്ച് സ്ലീഹ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ മനസ്സ് എന്ന് ഈശോയുടെ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ വാക്യം, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയ, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതായിരുന്നു പിതാവിൻ്റെ ഹൃദയം, ഇതായിരുന്നു പിതാവിൻ്റെ മനസ്സ്. പിതാവിൻ്റെ മനസ്സ്, പിതാവിൻ്റെ ഹിതം, പിതാവിൻ്റെ ഹൃദയം സ്വന്തമാക്കി അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത മിശിഹായുടെ മനസ്സും അതുതന്നെയായിരുന്നു. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകരുത്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്നതായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ ഹിതം, പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷം. അത് മനസ്സിലാക്കിയ ഈശോ തമ്പുരാൻ തൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പാടുപീഡകൾ ഏറ്റെടുത്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചതിൻ്റെ ഒരൊറ്റ കാരണം പിതാവിൻ്റെ ഹിതമായിരുന്ന, പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷമായിരുന്ന ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്ന ആഗ്രഹമായിരുന്നു. സ്നേഹമുള്ളവരെ, ഈശോയുടെ ഹിതം, ഈശോയുടെ ഹൃദയം അതായിരുന്നുവെന്ന് അറിയാമായിരുന്ന സ്ലീഹ വേദനിക്കുകയും നശിച്ചു പോകുന്നവരെ കുറിച്ച്.
പാപത്തിൽ ഇടറിപ്പോകുന്നവരെ കുറിച്ച്, ചിതറിപ്പോകുന്ന സഭാ സമൂഹങ്ങളെക്കുറിച്ച്, സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ എന്നെ അനുദിനം അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആര് ബലഹീനനാകുമ്പോഴാ ഞാൻ ബലഹീനനാകാത്തത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാ എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? ഈശോ പിതാവിൻ്റെ മനസ്സറിഞ്ഞ് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ഈശോ മിശിഹ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ശരീരത്തിൽ വേദനകളും സഹനങ്ങളും ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചതുപോലെ ആ ഈശോയുടെ ഹൃദയം സ്വന്തമാക്കിയ, ആ ഈശോയുടെ മനസ്സ് സ്വന്തമാക്കിയ ശ്ലീഹ ഈശോയോട്, ഈശോയുടെ കുരിശമരണത്തോട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. ക്രൂശിതനായ മിശിഹായോട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെല്ലാം ഈശോയുടെ തന്നെ സഹനങ്ങളാണ് എന്ന് അവനറിയാമായിരുന്നു. കാരണം താൻ ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. ഈശോയുടെ ശരീരത്തിലെ ഒരു അവയവമെന്ന നിലയിൽ മാമോദീസയിലൂടെ താൻ ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ശരീരത്തിലെ സകല അവയവങ്ങളിലും അവൻ അനുഭവിച്ച വേദനയാണ് തൻ്റെ ശരീരത്തിൽ താൻ അനുഭവിക്കുന്നത് എന്ന് ശ്ലീഹയ്ക്കറിയാമായിരുന്നു. ഈശോയുടെ ശരീരത്തിലെ ഓരോ വേദനകളും ഓരോ സഹനങ്ങളും ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായതുപോലെ തൻ്റെ ശരീരത്തിലെ ഓരോ വേദനയും ഓരോ സഹനവും ഈശോയുടെ കുരിശുമരണത്തോട് ഐക്യപ്പെട്ടത് എന്ന നിലയിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകുമെന്ന് അവനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിൽ അവന് ലഭിച്ച ഓരോ വേദനയും അവന് ഉന്മാദമായിരുന്നു. കാരണം വിലമതിക്കാനാവാത്ത ഈശോയുടെ രക്തം വിലയായി കൊടുത്ത് സ്വന്തമാക്കപ്പെട്ട മനുഷ്യാത്മാക്കളുടെ രക്ഷയ്ക്കായി തൻ്റെ സഹനം മാറുന്നു എന്ന തിരിച്ചറിവ്. തൻ്റെ ശരീരത്തിലെ സഹനങ്ങളൊന്നും നിസ്സാരമല്ല എന്ന്. കാരണം അത് ഈശോയുടെ സഹനമാണ്, ഈശോയുടെ ശരീരത്തിലെ സഹനമാണ്, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഭാഗമാണ്, അത് രക്ഷാകരമാണ് എന്ന് ശ്ലീഹയ്ക്കറിയാമായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ദൈവിക ജ്ഞാനം ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരുടെയും ആന്തരികതയിലേക്ക് പ്രവേശിക്കേണ്ടത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം സഹിക്കുമ്പോൾ നാം തിരിച്ചറിയണം, ഒരു ക്രിസ്ത്യാനി മാമോദിസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയുടെയും സഹനം അത് ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള സഹനമാണ്. കാരണം സഹനത്തിന് അർത്ഥം നൽകുന്ന ഏക സംഗതി അത് ഈശോയുടെ സഹനമാണ്. സഹനത്തിന് ഭാവാത്മകത്വം നൽകുന്ന ഏക സംഗതി അത് ഈശോയിലുള്ള വിശ്വാസമാണ്, ക്രൂശിതനായവനിലുള്ള വിശ്വാസമാണ്. പത്രോസ്ലീഹ എത്ര ഹൃദ്യമായിട്ടാ, എത്ര കൃത്യമായിട്ടാ നമ്മെ അത് പഠിപ്പിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം സഹിക്കുന്നുവെങ്കിൽ ആ സഹനം അർത്ഥപൂർണതയുള്ള സഹനം.
കാരണം ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഭാഗമാത്, ഈശോയുടെ ശരീരത്തിലെ സഹനത്തിൻ്റെ ഭാഗമാത്, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള സഹനത്തിൻ്റെ ഭാഗമാത്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സഹനത്തിൻ്റെ ഭാഗമാത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ഒരു ജ്ഞാനം, ഈ ഒരു ദൈവികമായ തിരിച്ചറിവ്, ഈ സ്വർഗീയമായ വെളിപ്പെടുത്തൽ നമ്മുടെ ആന്തരികതയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സഹനത്തെക്കുറിച്ചും ശ്ലീഹായെ പോലെ തന്നെ പരാതി പറയാൻ, പരിഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. പകരം ഓരോ സഹനങ്ങളും സ്വർഗീയമായ ദൈവികമായ ഒരു ലഹരിയായി, ഒരു ഉന്മാദമായി നമ്മുടെ ജീവിതത്തിൽ മാറുക തന്നെ ചെയ്യും. ഒരു ഉന്മത്തനെ പോലെ ഞാൻ പറയും, ഞാൻ കുറേയും കൂടി മെച്ചപ്പെട്ട ദാസനാണ്. കാരണം ഞാൻ വളരെയേറെ കാരാഗൃഹവാസം അനുഭവിച്ചു, വളരെയധികം കല്ലെറിയപ്പെട്ടു, മരണവക്ത്രത്തിലകപ്പെട്ടു, വടികൊണ്ടടിക്കപ്പെട്ടു, കപ്പലപകടത്തിൽപ്പെട്ടു, എന്തെല്ലാം സഹനങ്ങൾ. ഈ സഹനങ്ങൾ, ഈ ലോക ജീവിതത്തിലെ സഹനങ്ങൾ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്കുണ്ടായ സഹനങ്ങളെല്ലാം ആത്മീയമായ ലഹരിയായി, ഉന്മാദമായി നമ്മുടെ ജീവിതത്തിൽ മാറുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഈശോയുമായി ഒരു കണ്ടുമുട്ടൽ നമുക്ക് സാധിക്കണം. ഈ ഒരു തിരിച്ചറിവോടുകൂടിയുള്ള കണ്ടുമുട്ടൽ സഹനങ്ങളെ, വ്യക്തിപരമായ സഹനങ്ങളെ കേവലം വ്യക്തിപരമായി കാണാതെ ഈശോയുടെ ഭൗതിക ശരീരത്തിലെ ഒരു അവയവം എന്ന നിലയിൽ, സഭയാകുന്ന മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഇടറുന്ന അവയവങ്ങളുടെ ബലപ്പെടുത്തലിന് വേണ്ടി ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ രക്ഷാകരമായ സഹനമായി തിരിച്ചറിഞ്ഞുകൊണ്ട് സഹന ജീവിതത്തെ ഈശോയുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ആനന്ദത്തോടുകൂടി സ്വീകരിക്കാൻ. അങ്ങനെ ഞാനും ക്രൂശിതനായ മിശിഹായോട് ഐക്യപ്പെട്ടിരിക്കുന്നു. സ്വയം പരിത്യജിച്ച് ക്രൂശിതനായ മിശിഹായോട് ഐക്യപ്പെട്ട ജീവിതമാണ് എൻ്റെ ജീവിതം. ഞാൻ എനിക്ക് തന്നെ മരിച്ചവനാണ്. ഞാൻ ജീവിക്കുന്നെങ്കിൽ ഈശോയ്ക്ക് വേണ്ടിയാണ്, ഈശോയോടുകൂടിയാണ്. എനിക്ക് വേണ്ടി സഹിക്കുകയും മരിക്കുകയും ചെയ്ത എന്നെ സ്നേഹിച്ച ഈശോയെ പ്രതിയാണ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ സഹിക്കുന്നത് എന്ന അവബോധത്തിൽ, വിശ്വാസത്തിൽ, ആനന്ദത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അനിവാര്യമായ ദൈവികമായ ജ്ഞാനം ഈശോ നമുക്ക് നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.